ഹലോ എവരി വൺ, എവർക്കും വിൻസ്പയറിലേക്ക് സ്വാഗതം. HSA 2025 നടന്നിട്ടുള്ള ചില പരീക്ഷകളിലെ കറക്ഷൻ ആൻഡ് ഡിലീഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ HSA മാത്സ്, മലയാളം, നാച്ചുറൽ സയൻസ് എന്നീ വിഷയങ്ങളിലായിട്ടാണ് കറക്ഷനും ഡിലീഷനും ഒഫീഷ്യലി പ്രൊക്ലെയിം ചെയ്തിട്ടുള്ളത്. സോ എന്തൊക്കെയാണ് കറക്ഷൻ, ഡിലീഷൻ എന്ന് നമുക്ക് നോക്കാം. HSA മാത്സിൽ 5 ചോദ്യങ്ങളിലാണ് തിരുത്തു വന്നിട്ടുള്ളത്. അപ്പോൾ പ്രൊവിഷണൽ കീയിൽ പറഞ്ഞിട്ടുള്ള 5 ചോദ്യങ്ങളിൽ ഫൈനൽ ആൻസർ കീയിൽ കറക്ഷൻ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 25-ാമത്തെ ചോദ്യത്തിലും 33-ാമത്തെ ചോദ്യത്തിലും 55-ാമത്തെ ചോദ്യത്തിലും 80-ാമത്തെ ചോദ്യത്തിലും 85-ാമത്തെ ചോദ്യത്തിലുമാണ് HSA മാത്സിൽ കറക്ഷൻ വന്നിട്ടുള്ളത്. 25-ാമത്തെ ചോദ്യത്തിൽ ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ എന്നതിന് പ്രാഥമിക സൂചികയിൽ അഥവാ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ സി ആയിരുന്നു ഉത്തരം, അഥവാ ഇമാജിനറി. ഇത് ഫൈനൽ ആൻസർ കീയിൽ വന്നപ്പോൾ ഓപ്ഷൻ ഡി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 33-ാമത്തെ ചോദ്യത്തിൽ ഫൈൻഡ് ദ റിമൈൻഡർ വെൻ എന്ന ചോദ്യത്തിന് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ ബി അഥവാ 3 ആയിരുന്നു ഉത്തരം. ഇത് കറക്റ്റ് ചെയ്ത് ഫൈനൽ ആൻസർ കീയിൽ ഓപ്ഷൻ സി 5 ആണ് ഉത്തരം. അഥവാ നിങ്ങൾ ഓപ്ഷൻ സി ആണ് ആൻസർ ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ആ ഉത്തരം തെറ്റായി പോയിട്ടുണ്ട്. ഓപ്ഷൻ ഡി കറപ്പിച്ച ആളുകൾക്ക് ആ ഉത്തരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ 33-ാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ സി കറപ്പിച്ച ആളുകൾക്കാണ് ഉത്തരം കിട്ടിയിട്ടുള്ളത്. ഓപ്ഷൻ ബി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓപ്ഷൻസ് പബ്ലിക് ചെയ്ത ആളുകളുടെ ആൻസർ പോയിട്ടുണ്ട്. ഇനി 55-ാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ എ ആയിരുന്നു ഉത്തരം. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ എ ആയിരുന്നു, എന്നാൽ ശരിക്കുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഡൈവേർജ് എന്നുള്ളതാണ് ശരിക്കുള്ള ഉത്തരം. ഇനി 80-ാമത്തെ ചോദ്യത്തിൽ പ്രൊവിഷണൽ ആൻസർ കീയിൽ ബി ആയിരുന്നു ഉത്തരം, എന്നാൽ അത് തെറ്റാണ്. ഓപ്ഷൻ ഡി ഒന്നുമല്ല എന്നുള്ളതാണ് ശരിക്കുള്ള ഉത്തരം. അതുപോലെ 85-ാമത്തെ ചോദ്യത്തിൽ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ സി 4, 5 എന്നുള്ളതായിരുന്നു ഉത്തരം, എന്നാൽ അത് ശരിയല്ല. ഫൈനൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ ബി 15, 16 എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ അല്ലേ? സോ ഞാൻ ഒന്നുകൂടി പറയാം. 25-ാമത്തെ ചോദ്യത്തിൽ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി കറപ്പിച്ച ആളുകളാണ് ശരി ഉത്തരം നേടിയിട്ടുള്ളത്. 33-ാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ സി അഥവാ 5 ആണ് ശരി ഉത്തരം. ദെൻ 55-ാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ ബി ഡൈവേർജ് ചെയ്യുന്നു എന്നുള്ളതാണ് ശരി ഉത്തരം. 80-ാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഡി ഒന്നുമല്ല എന്നുള്ളതാണ് ഉത്തരം. 85-ാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ബി 15, 16 എന്നുള്ളതാണ് ഉത്തരം. അങ്ങനെ 5 കറക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്തത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മാർക്കിൽ നല്ല വേരിയേഷൻ വരും. അപ്പോൾ 5 എന്ന് പറയുന്നത് ചെറിയൊരു സംഖ്യയല്ല. നിങ്ങളുടെ മാർക്കിൽ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം നിങ്ങൾ നോക്കി വെച്ചിട്ടുള്ള ആൻസറിൽ നല്ല വ്യത്യാസം വരും. ഈ 5 ചോദ്യങ്ങളും ഉത്തരം ചെയ്ത ആളുകൾക്ക് നല്ല വേരിയേഷൻ വരും. അത് അറ്റൻഡ് ചെയ്യാത്ത ആളുകൾക്ക് പ്രശ്നമല്ല. ഇനി ഡിലീഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ഡിലീഷൻ എത്ര ചോദ്യം? 44-ാമത്തെ ചോദ്യം, 63, 64, 66, 68 ഇങ്ങനെ 5 ചോദ്യങ്ങൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉത്തരം അഥവാ നിങ്ങളുടെ ചോദ്യ പേപ്പറിലുള്ള കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്ത ആളുകൾ ഈ 4 അല്ലെങ്കിൽ ഈ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്രൊഫഷണൽ കീ പ്രകാരം നിങ്ങൾ നോക്കി വെച്ചിട്ടുള്ള മാർക്കിൽ നല്ല വേരിയേഷൻ വരും അല്ലേ? അപ്പോൾ ഡിലീഷൻ 5ഉം അതുപോലെ തന്നെ കറക്ഷൻ 5ഉം ആകുമ്പോൾ 10. അപ്പോൾ ഏകദേശം 10 മാർക്കിന് അടുപ്പിച്ചുള്ള വേരിയേഷൻസ് നിങ്ങളിലുണ്ടാകും. അപ്പോൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. ഇനി ടോട്ടൽ 95 മാർക്കിനായിരിക്കും നിങ്ങളുടെ ആൻസർ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം 5 എണ്ണം ഡിലീറ്റ് ആയല്ലോ. അപ്പോൾ ടോട്ടൽ 95-ൽ ഇത്ര ശതമാനമായിരിക്കും കട്ട് ഓഫ് ആയിട്ട് ഇനി പരിഗണിക്കുന്നത്. ഓക്കെ അല്ലേ? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ? ഇത്രയും വേരിയേഷൻസ് വരിക എന്നുള്ളത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. PSCയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി HSA മലയാളത്തിൽ 6 ഡിലീഷൻസ് ആണ് വരുന്നിട്ടുള്ളത് കേട്ടോ. 6 ഡിലീഷൻസ്. അപ്പോൾ എത്ര മാർക്കിനായി? 94 മാർക്കിനായി നമ്മുടെ പരീക്ഷ. ഏതൊക്കെയാണ് ഡിലീഷൻ? 1-ാമത്തെ ചോദ്യം തന്നെ ഡിലീറ്റായി. ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, ഗുണ്ടഡ്, പണ്ഡിറ്റ് കർപ്പൻ, വേദാന്തിക നിരൂപണം, ലങ്കാമർദ്ദനം ഇങ്ങനെയുള്ള ആ ചേരുംപടി ചേർക്കുക 1-ാമത്തത് ഡിലീറ്റ് ചെയ്തു. ഇനി 2-ാമത്തത് കുഞ്ഞിരാമൻ, ദേവ്ജി, ദീർജി എന്ന് പറഞ്ഞിട്ടുള്ള 2-ാമത്തെ ചേരുംപടിയും ഡിലീറ്റായി. ഇനി 3-ാമത്തത് കേരളീയ നടനകലയുടെ അടിസ്ഥാന ശാസ്ത്രമായി കണക്കാക്കപ്പെടുന്ന ഗ്രന്ഥം ഏത് എന്ന 3-ാമത്തെ ചോദ്യവും ഡിലീറ്റ് ആയിട്ടുണ്ട്. 5-ാമത്തെ ചോദ്യം അടുപ്പിച്ചുള്ള ചോദ്യമാണ്. ഇതെല്ലാം
ആൽഫ കോഡ് എ പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് എല്ലാം കേട്ടോ, ഞാനത് പറയാൻ വിട്ടുപോയി. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ആൽഫ കോഡ് എ പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ പറയുന്നത്. ദെൻ പ്രസ്താവന മനസ്സിലാക്കി ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ള 5ാമത്തെ ചോദ്യം. ഋതുഭേദങ്ങൾ എന്ന ബ്ലോഗ് ഡോണ മയൂറിയുടേതാണ് എന്ന ചോദ്യം ഉണ്ടല്ലോ, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ 6ാമത്തെ ചോദ്യം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിനെ ആസ്പദമാക്കി മാഹിയിൽ എന്ന ആ ചോദ്യവും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 6 ചോദ്യം കേട്ടോ, 6 ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ നമ്പറിൽ വ്യത്യാസം ഉണ്ടാകും, ചോദ്യം സഹിതം തന്നിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ കൺഫ്യൂഷൻ വരില്ല. എന്തായാലും 6 ചോദ്യം അവിടെ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി HSA നാച്ചുറൽ സയൻസിൽ വരുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ കോഡ് എ പ്രകാരം 4 ചോദ്യങ്ങൾ 9, 13, 62, 71 4 ചോദ്യങ്ങൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 94 മാർക്കിനാണ് പരീക്ഷ, 96 മാർക്കിനാണ് പരീക്ഷ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി കറക്ഷൻ ഉണ്ട്. കറക്ഷൻ 77, 79, 84, 95 ഈ 4 ചോദ്യങ്ങളിൽ കറക്ഷൻ വന്നിട്ടുണ്ട്. അത് ഒന്ന് നിങ്ങളുടെ ആൻസർ കീ നോക്കി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എല്ലാ പരീക്ഷയിലും HSA മലയാളം, നാച്ചുറൽ സയൻസ്, മാത്സ് ഈ 3 പരീക്ഷയിലെയും ആൻസർ കീയിൽ ഡിലീഷനും അതുപോലെ കറക്ഷനും വന്നിട്ടുണ്ട്. അപ്പോൾ പ്രൊവിഷണൽ കീ പ്രകാരം നിങ്ങൾ നോക്കിയിട്ടുള്ള മാർക്കിൽ വേരിയേഷൻസ് വരും, ഉറപ്പായിട്ടും വേരിയേഷൻസ് വരും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാൽക്കുലേഷൻസൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു സമയമാണ്, നിങ്ങളത് ജസ്റ്റ് നോക്കുക. ഇനി നമ്മൾ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ബോധേഡായിട്ട് വലിയ കാര്യമില്ല അല്ലേ, നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേഷൻസ് ഒക്കെ വീണ്ടും കൊണ്ടുവന്ന് വീണ്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഷോർട്ട് ലിസ്റ്റൊക്കെ ഉടനെ വരാൻ സാധ്യതയുണ്ട്, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ഷോർട്ട് ലിസ്റ്റിനൊക്കെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്തായാലും നല്ലത് തന്നെ വരട്ടെ എന്ന് നമുക്ക് കരുതാം. ഇനി നമ്മുടെ പ്രകടനം മോശമായത് കാരണം നമുക്ക് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് കരുതി നമ്മൾ നിരാശനാകേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്ത പരീക്ഷയിൽ ട്രൈ ചെയ്യാം. ഇനി സർക്കാർ ജോലി എന്നുള്ളത് മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം. അത് കിട്ടിയാൽ നമ്മൾ സെക്യൂർഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് മറ്റു പല മാർഗ്ഗങ്ങളുമുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ നല്ലൊരു ഭാവി എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുന്നു. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.